ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായി. ഒരാൾ മരിച്ചു എന്നാണ് പുതിയ റിപ്പോർട്ട്. ഒരാളെ കാണാനില്ല എന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. SDRF രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഉത്തരകാശിയിലെ സ്വാന ചത്തി ഗ്രാമത്തിൽ അരുവി രൂപപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരുന്നുണ്ട്. യമുന നദിയിലെ ജലം ദിശ മാറി ഒഴുകിയതാണ് കാരണം. കച്ചവട കേന്ദ്രങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നോക്കുമ്പോൾ ചേരുന്നുണ്ട്. അർജുൻ, ആവർത്തിച്ച് മേഘവിസ്ഫോടനവും വലിയ പ്രതിസന്ധിയും രൂപപ്പെടുകയാണ്. ഇപ്പോഴത്തെ പുതിയ സംഭവങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? എത്ര പേർക്ക് ജീവൻ നഷ്ടമായി, പരിക്കേറ്റു, ഒറ്റപ്പെട്ടു? പ്രതീക്ഷ, ഇന്നലെ രാത്രി 12:40 കൂടിയാണ് ഈ ഒരു മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നാലെ എത്തിയ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും തന്നെയാണ് ജീവൻ കവരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ തരാലി എന്ന് പറയുന്ന തേസിലാണ്. അവിടെ 2 ഗ്രാമങ്ങൾ, സഗ്വാര ഉൾപ്പെടെ 2 ഗ്രാമങ്ങളെയാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ബാധിച്ചത്. അതിൽ സഗ്വാര എന്ന ഗ്രാമത്തിലാണ് ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾക്ക് ഇടയിൽപ്പെട്ടത്. പിന്നീട് അവരെ പുറത്തെത്തിച്ച സമയത്ത് ജീവൻ നഷ്ടമായിരുന്നു എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡോക്ടർമാർ. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിൽപ്പെട്ടു പോയി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. നിലവിൽ ഈ പ്രദേശത്ത് മഴ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം, തിരച്ചിലെല്ലാം തന്നെ വേഗത്തിലാക്കുന്നുണ്ട്. രുദ്രപ്രയാഗിൽ നിന്നും 25 കിലോമീറ്ററാണ് ഈ മേഘവിസ്ഫോടനം നടന്ന, അതുപോലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സഗ്വാരിയിലേക്കും തരാലി എന്ന് പറയുന്ന സ്ഥലത്തേക്കും എല്ലാം ഉള്ളത്. SDRFന് പുറമെ കരസേനയുടെ ഉദ്യോഗസ്ഥരും ഇവിടെ തിരച്ചിലിന് വേണ്ടി എത്തിയിട്ടുണ്ട്. സ്റ്റിഫർ ഡോഗുകൾ, അതായത് നായ്ക്കളെ എത്തിച്ചുകൊണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്ന ഒരു നടപടി കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ്, അതായത് ഈ മാസം തന്നെ ഉത്തരാഖണ്ഡിലുണ്ടായ മറ്റ് മണ്ണിടിച്ചിലുകൾ അത്രത്തോളം രൂക്ഷമല്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നേരത്തെ ഉണ്ടായ ദുരന്തത്തോളം രൂക്ഷമല്ല എങ്കിലും വലിയ പ്രതിസന്ധിയാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നു. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.